രാവിലെ തൊട്ട് വൈകുന്നേരം വരെ MLA സാജൻ ജോസഫ് നല്ല പേര്, സജിൻ ജോസഫ്, പിന്നെ ചെയർപേഴ്സൺ ഇങ്ങനെയുള്ള പ്രമുഖരാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. നമ്മളെല്ലാം വെൽ എഡ്യൂക്കേറ്റഡാ, പക്ഷെ നമ്മളെല്ലാം ചീറ്റ് ചെയ്യപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രമുഖർ പങ്കെടുക്കാൻ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും ഇത് ശരി തന്നെ ആയിരിക്കും, ഇത് കൊടുക്കുന്നുണ്ടാവും, വുമൻസിന്റെ വെൽഫെയർ ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമ്മളും വിചാരിച്ചിനി. അങ്ങനെയാണ് നമ്മൾ പങ്കെടുത്തത്. NGO കോർപ്പറേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇതിൽ പണം അടച്ചിട്ടുള്ളത്. നമ്മൾ പണയം വെച്ചിട്ടുള്ള റെസീപ്റ്റ് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ. ഇനി ഇതിന്റെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ പേയ്മെന്റ് ചെയ്യണ്ടേ? ഒന്ന് വിചാരിച്ചു അവർക്ക് നമുക്കൊരു സമാധാന വാക്ക് ചേർക്കാൻ വേണ്ടിട്ട് ഇവരൊക്കെ നടന്ന് അപ്പോൾ ഇവർ ഇവിടെയുള്ള ഓഫീസിൽ ഈ രാജാമണീൻ്റെ മകൻ ഫയലും കാര്യങ്ങളും കൊടുത്തിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു എന്താ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു വർക്ക് ഫ്രം ഹോമാണ്. അപ്പം തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കില്ല. എന്തുകൊണ്ട് ഈ പൈസ എടുത്തിട്ട് ഇപ്പം തന്നെ അല്ല, അങ്ങനെയല്ല, ഓക്കെ, ഇപ്പം തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഴീക്കോടൊക്കെയുള്ള പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും അവരെ സീറ്റിൻ്റെ അക്കൗണ്ടിലുള്ള പൈസകൾ എടുത്തിട്ട് പേഴ്സണലായിട്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രം സെറ്റിൽമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇല്ല ഇല്ല അമ്മ ഉള്ളിലിരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാളോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മൊത്തത്തിൽ എല്ലാവർക്കും നമ്മുടെ പ്രതിനിധിയായിട്ടാണ് ഇത്രയും ആൾക്കാർ വന്നിരിക്കുന്നത്. നമ്മുടെ പിറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? സമാധാനമായ ഒരു വാക്ക്. നമ്മുടെ പൈസ തിരിച്ചു കിട്ടുമോ? എന്താണ് അതിന് സംഭവിച്ചത്? ഇതറിയാൻ വേണ്ടി മാത്രമാണ് നമ്മളിനി ഇവിടെ ഒരു പ്രശ്നമാക്കാണോ അമ്മക്ക് പ്രശ്നമാവാനോ? നമ്മുടെ ഒരു കൂടപ്പുറപ്പ് തന്നെയാണ് നിങ്ങളുടെ അമ്മയും. ഇതറിയാൻ വേണ്ടി മാത്രം വന്നതാണ്. അതൊന്ന് തീരുമാനിച്ചിട്ട് പറയാം. ഇപ്പം നമ്മളെ മലപ്പുറത്ത് തന്നെ സ്കൂട്ടി മാത്രമായിട്ട് 78 സ്കൂട്ടിയാണ് നമ്മൾ ഇതിൽ ഫണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. അതിന് പുറമെ ഗൃഹോപകരണങ്ങൾ, അതുപോലെ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, അങ്ങനെ കുറേ പേരുടെ പണം ഇതിൽ പോയിട്ടുണ്ട്. അപ്പോൾ അന്നേരം നിങ്ങൾ പറയും എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഒരു കാലത്ത് പറ്റിക്കപ്പെടുന്ന ഈ കാലത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വിശ്വസിച്ചിട്ട് ഈ പൈസ ഇട്ടതെന്ന്. പക്ഷേ ഇവരെ ഭാഗത്തുനിന്നുള്ള സമീപനം എന്ന് വെച്ചാൽ അത്രയും വിശ്വാസ്യതയുള്ള ഒരു സമീപനമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇവരെ പരിപാടികളിലെല്ലാം തന്നെ ജനപ്രതിനിധികളായാലും അല്ലെങ്കിൽ സമൂഹത്തിലെ ഉയർന്ന ആൾക്കാരാണ് എല്ലാം ഇതിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും സംശയിച്ചിട്ടില്ല ഇങ്ങനൊരു പരിപാടി അത് തട്ടിപ്പാന്നോ അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ രാജാമണീൻ്റെ വീട്ടിൽ നമ്മൾ വന്നതെന്ന് വെച്ചാൽ നമ്മൾ അനന്തകൃഷ്ണനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ആരെയും പരിചയമില്ല. നമുക്ക് ഒരു പ്രൊമോട്ടർ അല്ലെ അതിന് ഓരോ പഞ്ചായത്തിൻ്റെ കീഴിൽ കോർഡിനേറ്റർ അവരാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. അവർ കഴിഞ്ഞാൽ ഈ നമ്മളെ കണ്ണൂർ ജില്ലയിലെ DPM ആയിട്ടാണ് ഈ രാജാമണി എന്നാണ് നമ്മളെല്ലാം അറിയപ്പെട്ടുള്ളത്. അപ്പോൾ അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്കിനി തുടർന്ന് ഭാവിയിൽ നമുക്കിപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ 150ഓളം സീഡുകളാണുള്ളത്. അപ്പോൾ ഈ സീഡിൻ്റെ അക്കൗണ്ടിൽ ഏതാനും സീഡിൻ്റെ അക്കൗണ്ട് മാത്രമേ ഫ്രീസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള അക്കൗണ്ട് പരിശോധിച്ചിട്ട് അതിനകത്തുള്ള പൈസ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരും ഭീഷണിപ്പെടുത്തുകയോ പിന്നെ പണം ചോദിച്ചപ്പോൾ അങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നു? ഇല്ല, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസിൽ പോയപ്പോൾ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ സ്കൂട്ടിക്ക് വേണ്ടിയിട്ട് ഈ സ്കൂട്ടിക്ക് ഒരു ഡേറ്റ് അവർ ഫസ്റ്റ് നമുക്ക് നവംബർ 17 സ്കൂട്ടി വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നവംബർ 17. പക്ഷേ പിന്നീട് അത് അവർ ഡേറ്റ് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഡേറ്റ് മാറ്റി, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇനിയും ഡേറ്റ് മാറ്റിയാൽ പിന്നീട് നമുക്ക് കിട്ടാണ്ടിരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എപ്പോൾ കിട്ടും നമ്മൾ അംഗങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ കുറേ നമ്മളോട് ആശായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കുറേ പേര് മോശമായിട്ട് തന്നെ അത്രയും ചീത്ത വിളിച്ചിട്ട് തന്നെ ഉണ്ട്. ഓരോ ഗ്രൂപ്പുകളിലായാലും അല്ലെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കുന്ന സമയത്തും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർ. കൂടെ വന്നിട്ടുള്ള പുരുഷന്മാരെ റൂമിലേക്ക് ഇറക്കി വിട്ടതായിട്ടൊക്കെ പരാതിയുണ്ട്. അതെ, ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുരുഷന്മാർക്ക് ഇവിടെ എന്താ ചോദിക്കാനുള്ള അവകാശം എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഓരോരുത്തർക്കും പൈസ തന്നത് നമ്മൾ സ്ത്രീകൾ മാത്രം പൈസ എടുത്തിട്ടല്ല ഇതിൽ അടച്ചിട്ടുള്ളത്. നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പുരുഷന്മാർ തന്നെയാണ് നമുക്ക് പൈസ തന്നിട്ടുള്ളത്. അപ്പം നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് അവരല്ലാതെ പിന്നെ ആരാ സംസാരിക്കുന്നുണ്ട്? അപ്പോൾ അവർ സംസാരിച്ച സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം, നിങ്ങൾ എന്തിനാണ് ഇത് ചോദിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്.